ക്രൈസ്തവ വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന ജീവിത സാക്ഷ്യവുമായി ഒരു പുരോഹിതൻ. കുട്ടിക്കാലത്ത് തന്നെ യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കണ്ട വ്യക്തിയായിരുന്നു പെറോ മിലിച്ചെവിച്ച്. 1993 ജൂലൈ 28 ബോസ്നിയ ഹെർസഗോവിന സൈന്യത്തിൽ നിന്നുള്ള ഒരു കൂട്ടം മുസ്ലിം മിലിഷ്യക്കാർ കൂട്ടക്കൊല ചെയ്ത പിതാവടക്കമുള്ള 39 പേരുടെ ചേതനയറ്റ ശരീരത്തിന്റെ മുൻപിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും ഏകദേശം 300ഓളം ക്രൊയേഷ്യൻ കത്തോലിക്കരോടൊപ്പം ജബ്ലാനിക്കയിലെ മ്യൂസിയം എന്നറിയപ്പെടുന്ന ജയിൽ ക്യാമ്പിലേക്ക് നാടുകടത്തപ്പെട്ടത്. തടവറയിൽ പ്രതികാരം ചെയ്യാനുള്ള പ്രലോഭനം നിരന്തരമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിലനിർത്തണം, പ്രതികാരത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ക്യാമ്പ് വിട്ടതെന്ന് മിലിച്ചെവിച്ച് പറയുന്നു. എന്നാൽ 7 മാസങ്ങൾക്കുശേഷം മിലിച്ചെവിച്ച് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് വെടിയേറ്റു മരിച്ചുകിടന്ന സ്ഥലത്തുവെച്ചു തന്നെ അഴുകി ഭൂമിയോട് ചേർന്ന തന്റെ പിതാവിന്റെ ഭൗതികാവശിഷ്ടങ്ങളാണ്. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന എല്ലാ യാതനകളെയും എങ്ങനെ മറികടന്നു എന്ന ചോദ്യത്തിന് ദൈവത്തിന്റെ പുരോഹിതനായി തീർന്ന ഫാദർ പെറോ മിലിച്ചെവിച്ചിന് ഒറ്റ ഉത്തരമേയുള്ളൂ: വിശ്വാസം. അമ്മയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ലളിതമായ വിശ്വാസമായിരുന്നു അവരെ താങ്ങി നിർത്തിയത്. ദിവസേനയുള്ള ജപമാല ചൊല്ലൽ, വിശ്വാസം, പ്രാർത്ഥന എന്നിവയില്ലാതെ ഞങ്ങൾ ഒരിക്കലും അതിജീവിക്കുമായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ അന്ധകാരത്തിന്റെയും തിന്മയുടെയും അനുഭവമായിരുന്നു അത്. സാഹചര്യങ്ങൾ അതികഠിനമായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ലായിരുന്നു. തണുത്ത ഗ്രാനൈറ്റ് സ്ലാബുകളിൽ ഞങ്ങൾ ഉറങ്ങി. മരണം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ശാരീരിക വേദനയും വിശപ്പും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തതിന്റെ വേദനയുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ ആന്തരിക മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങിയതെന്ന്. ആന്തരിക വിവേചനത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 1 ലോകസമാധാന ദിനത്തിലെ ലയോ 14 പാപ്പയുടെ സന്ദേശം ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ ഉൾക്കൊള്ളുന്നു. സമാധാനം ജീവിക്കുകയും വളർത്തിയെടുക്കുകയും സംരക്ഷിക്കുകയും വേണം. തിന്മയെ പ്രതികാരമോ ആയുധങ്ങളോ കൊണ്ടല്ല, നന്മ കൊണ്ടാണ് മറികടക്കേണ്ടത്. നന്മ നിരായുധീകരണമാണെന്ന പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.